നമ്മൾക്കൊപ്പം അനൂപ് കൂടി വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട് ഇതുപോലെ തന്നെ അനുബന്ധമായ മറ്റ് വിശദാംശങ്ങൾ നൽകുന്നതിന്. അനൂപ്, ഗുഡ് മോർണിംഗ്. അനൂപ് ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? വയനാട്ടിൽ ഏത് ഭാഗത്താണ്? പെരിക്കല്ലൂർ. ശരി, എന്താണ് പൊതുസ്ഥിതി? പെരിക്കല്ലൂർ ഭാഗത്താണ്. ഓക്കെ. ഇപ്പോൾ മന്ത്രി സംസാരിച്ചു, ഇന്നത്തെ അവലോകന യോഗത്തെക്കുറിച്ചൊക്കെ സിജു കണ്ണൻ സംസാരിച്ചു. ഇപ്പോൾ ബേലൂർ മഖന കാട്ടാന നമ്മുടെ ഈ ജനവാസ മേഖലയോട് അടുത്തു വന്നു, അതിനെ നമ്മൾ കർണാടകയുടെ വനമേഖലയിലേക്ക് തുരത്തി എന്നതുപോലെയുള്ള വാർത്തകളൊക്കെ ഉണ്ട്. അത്തരം വിശദാംശങ്ങളൊക്കെ അറിയാൻ ആളുകൾ കാത്തിരിക്കുകയാണ്. അതായത് പ്രധാനപ്പെട്ട കാര്യം അത് സംഭവിച്ചിരിക്കുന്നു. വീണ്ടും ജനവാസ മേഖലയിലേക്ക് ബേലൂർ മഗ്ന എത്തിയിരിക്കുന്നു. നമുക്കറിയാം, ആദ്യം ബന്ദിപ്പൂർ വനമേഖലയിലാണ് കർണാടക വനംവകുപ്പ് ഈ ആനയെ ബേലൂരിൽ നിന്ന് പിടിച്ചതിന് ശേഷം തുറന്നുവിട്ടത്. പിന്നീട് അത് ദീർഘദൂരം വയനാട് വന്യജീവി സങ്കേതത്തിലൂടെ കടന്ന് വടക്കേ വയനാട്ടിലെ കാട്ടിക്കുളം ഭാവലി വനമേഖലകളിലേക്ക് എത്തി. അവിടെ നിന്ന് വലിയൊരു ശ്രമം ഇതിനെ തുരത്താൻ വേണ്ടിയും ഇതിനെ പിടികൂടാൻ വേണ്ടിയും ദൗത്യസംഘം, കേരള വനംവകുപ്പും അതോടൊപ്പം കർണാടക വനംവകുപ്പും സംയുക്തമായുള്ള ഒരു ടീമെല്ലാം ശ്രമിച്ചു. എന്നാൽ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടകയിലേക്ക് വീണ്ടും കയറിപ്പോയി. അങ്ങനെ നാഗർഹോള വനമേഖലയിലൂടെ കയറിപ്പോയി അതൊരു 10-25 കിലോമീറ്ററോളം സഞ്ചരിച്ച് വീണ്ടും മച്ചൂർ മേഖലയിലേക്ക് എത്തി. അത് നാഗർഹോള വനയോരത്തോട് ചേർന്ന് കിടക്കുന്ന കേരള അതിർത്തി പുൽപ്പള്ളി വനമേഖലകളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അവിടെ നിന്ന് അത് കബനി നദി മുറിച്ചു കടന്ന് മരക്കടവ് ഭാഗത്തിലേക്ക് എത്തി. ഇന്ന് പുലർച്ചെ 4 മണിക്ക്. ഇതാണ് ഇതിൻ്റെ ഒരു സഞ്ചാര വഴി ബേലൂർ മഗ്നയുടേത്. ബാവലി വനമേഖലയിൽ കാട്ടിക്കുളം, ബാവലി തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ദൗത്യസംഘം മയക്കുടി വയ്ക്കുന്നതിനും മറ്റും ഉണ്ടായിരുന്നത്. എന്നാൽ അത് ഒരു സംസ്ഥാന അതിർത്തിക്ക് ചേർന്ന് വന്നില്ല. അത് ഈ കർണാടക അതിർത്തിയോട് സമാന്തരമായി തന്നെ സഞ്ചരിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കർണാടകയുടെ നിരീക്ഷണത്തിലും കേരള വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിലും എല്ലാമായിരുന്നു ആന. അത് പിന്നീട് സഞ്ചരിച്ച് ബാവലിയിലൂടെ കടന്ന് നാഗർഹോള വനമേഖലയിലേക്ക് കയറി ഏതാണ്ട് ഒരു 20 കിലോമീറ്ററോളം സഞ്ചരിച്ച് കബനി നദിക്ക് സമീപത്തെത്തുകയും മരക്കടവിലേക്ക് എത്തുകയും മരക്കടവ് പള്ളിയുടെ സമീപത്ത് വരെ എത്തി. അതൊരു ജനവാസ മേഖലയാണ്. വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഉടൻ തന്നെ വനവകുപ്പ് സംഘം ആ മേഖലയിലേക്ക് എത്തി ആനയെ തുരത്തി. പുലർച്ചെ 4 മണിയോടുകൂടി തന്നെ വലിയൊരു വനവകുപ്പ് സംഘം അവിടെ പ്രദേശത്ത് അനൗൺസ്മെൻ്റ് എല്ലാം നടത്തിയിരുന്നു. ഈ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നാവശ്യപ്പെട്ട്. പ്രത്യേകിച്ച് ഈ പാടിച്ചിറ, പുൽപ്പള്ളി, മുള്ളംകൊല്ലി തുടങ്ങിയ മേഖലയിലെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നൊരു ആവശ്യം വനവകുപ്പ് അതിപുലർച്ചെ തന്നെ നൽകി. അതോടൊപ്പം തന്നെ ഈ ആനയെ തുരത്താനും ശ്രമങ്ങൾ ആരംഭിച്ചു. തുടർന്ന് അല്പസമയം മുൻപ് നമുക്ക് ഈ ആനയുടെ സിഗ്നൽ ലഭിക്കുന്നത് മച്ചൂർ മേഖലയിൽ നിന്നാണ്. അതായത് ഈ മരക്കടവിൽ നിന്ന് കബനി നദി മുറിച്ചു കടന്ന് വീണ്ടും ആന കർണാടക അതിർത്തിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ മച്ചൂർ വനമേഖലയിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ആനയുടെ സിഗ്നൽ ലഭിച്ചു എന്ന് വനവകുപ്പ് പറയുന്നത്. മച്ചൂർ വനമേഖലയും ജനവാസ കേന്ദ്രമാണ്. അതായത് കർണാടക അതിർത്തി പ്രദേശമാണ് മച്ചൂർ. ഒട്ടേറെ കർഷകരും അതുപോലൊപ്പം തന്നെ ആളുകളെല്ലാം താമസിക്കുന്ന കർണാടകയുടെ അതിർത്തി ഗ്രാമമാണ്. അതും ജനവാസ മേഖലയാണ് എന്നുള്ളതാണ് ഒരു ആശങ്ക. അതുകൊണ്ട് തന്നെ കർണാടക വനവകുപ്പ് അവിടെ നിന്ന് നാഗർഹോള വനമേഖലയിലേക്ക് ഈ ബേലൂർ മഗ്നയെ തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ ഒരു പ്രതിസന്ധി ഈ സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതിയും മറ്റുമാണ്. നമുക്കറിയാം, ഇപ്പോൾ എനിക്ക് പിന്നിൽ തന്നെ കാണുന്നത് ആകെ കോട മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ഈ അതിർത്തി മേഖലകളിലെല്ലാം ഉള്ളൊരു സാഹചര്യമാണ്. വയനാട്ടിൽ പ്രത്യേകിച്ച് ഇപ്പോൾ കടുത്ത മഞ്ഞും കോടയും വേണം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വിസിബിലിറ്റി, ഇതിനെ പെട്ടെന്ന് പിന്തുടരാനും കാണാനും ഒന്നും ഏതായാലും ഇപ്പോൾ സാധിക്കില്ല. തുരത്തുന്നതും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ മയക്കുവെടി വെക്കുക എന്നുള്ളതൊന്നും ഇപ്പോൾ നടക്കുന്ന കാര്യമില്ല. ഏതായാലും ഇപ്പോൾ കർണാടക വനമേഖലയിലേക്ക് അത് എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ഈ മുള്ളംകൊല്ലി അതോടൊപ്പം തന്നെ മരക്കടവ് കേന്ദ്രീകരിച്ച് വനവകുപ്പ് ജാഗ്രതയോടുകൂടി നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ളൊരു പ്രധാനപ്പെട്ട തടസ്സം ഈ സ്ഥലത്തിൻ്റെ ഒരു ചെങ്കുത്തായ ഭൂപ്രകൃതിയും അതോടൊപ്പമുള്ള ചില കാര്യങ്ങളുമൊക്കെ ആയിരുന്നു. നേരത്തെ ഈ ആനയ്ക്കൊപ്പം മറ്റൊരു മോഴയാനയെ കൂടി നിലയുറപ്പിച്ചിരുന്നു. ആ ആന ഈ ദൗത്യ സംഘാംഗങ്ങൾക്ക് നേരെ തിരിയുന്ന സാഹചര്യമെല്ലാം ഉണ്ടായി. ഇതെല്ലാം ഒരു വലിയ പ്രതിസന്ധി ഈ ബേലൂർ മഗ്നയുടെ കാര്യത്തിൽ സൃഷ്ടിച്ചിരുന്നു. അതോടൊപ്പം ഇത് കർണാടകയിലേക്ക് വീണ്ടും കയറി പോവുകയും പിന്നീട് തിരിച്ചു വരികയൊക്കെ ചെയ്യുന്ന അതിൻ്റെ ചില സവിശേഷതകൾ. ഏതായാലും ഇതിനെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് വനവകുപ്പിൻ്റെ ലക്ഷ്യം. വനത്തിലേക്ക് തുരത്തുക എന്നുള്ളതൊന്നും വനവകുപ്പിൻ്റെ ലക്ഷ്യമല്ല. എത്രയും വേഗം മയക്കുവെടി വെച്ച് ഇതിനെ പിടികൂടുക എന്നതാണ്. അത് നേരത്തെ അല്പസമയം മുമ്പ് സിജുവുമായി മന്ത്രി AK ശശീന്ദ്രൻ സംസാരിച്ചപ്പോഴും സൂചിപ്പിച്ചിരുന്നു. ഇതിൽ ഒറ്റ പരിഹാരമാണ് കേരള വനവകുപ്പിന് മുന്നിലുള്ളത്. ഓരോ ദിവസവും അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിലേറെ കാലമായി അനൂപ് കാത്തിരിക്കുന്നത് അതുതന്നെയാണ്. ഈ ദൗത്യ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്, ഈ ആനയുടെ പിന്നാലെ തന്നെ അവരുണ്ട്. പക്ഷേ മയക്കുവെടി വെക്കാനാകുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ഇപ്പോൾ കർണാടക കേരള അതിർത്തിയിലെ കർണാടകയുടെ മലയോര ജനവാസ മേഖലയിലുണ്ട്. അതും ഈ ദൗത്യ സംഘത്തിന് മയക്കുവെടി വെക്കുന്നതിനുള്ള വലിയ തടസ്സമല്ലേ? ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോഴും അങ്ങനെ തുടരുന്നുണ്ടോ?
അതെ, അല്പസമയം മുൻപ് ഈ ബാവലി വനമേഖലയിൽ നിന്ന് ഈ ദൗത്യ സംഘം RRT ടീം, ഈ RRT ടീമിൻ്റെ ഒരു സവിശേഷത, കർണാടകയിൽ ഈ ബേലൂരിൽ നിന്ന് ഈ ആനയെ 12 ദിവസങ്ങൾ പിന്തുടർന്ന് പിടിച്ച ഒരു സംഘമുണ്ട്, കർണാടക വനവകുപ്പിൻ്റെ. ആ സംഘവും കേരള വനവകുപ്പ് സംഘവും സംയുക്തമായാണ് ഏതാണ്ട് ഒരു 225 പേരാണ് ഈ ദൗത്യവുമായി ഈ 10 ദിവസങ്ങളിലായി നടക്കുന്നത്. വലിയ ശക്തവും സജീവമായിട്ടുള്ള ശ്രമമാണ് ഓരോ ദിവസവും നടക്കുന്നത്. പലപ്പോഴും ആനയ്ക്ക് അരികിലേക്ക് തൊട്ടടുത്ത് എത്താനൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും ഈ ഒരു 50 മീറ്റർ പരിധിയെങ്കിലും ഈ വനമേഖലയുടെ സവിശേഷത അനുസരിച്ച് ആനയുമായി വനവകുപ്പ് ദൗത്യ സംഘത്തിന് എത്തണം. എങ്കിൽ മാത്രമാണ് മയക്കുവെടി വെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുക. അതും ഈ എലിഫന്റ് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹന സൗകര്യം എത്തുന്ന സ്ഥലത്തേക്ക്, തുറസായ സ്ഥലത്തേക്ക് ട്രാക്ക് ചെയ്തെല്ലാമാണ്. വലിയ സങ്കീർണമാണ് ഈ ആനയെ ഈ വനത്തിനുള്ളിൽ നിന്ന് പിടികൂടുക എന്നുള്ളത്. ഏതായാലും ആ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. 10-ാം ദിവസത്തിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇന്ന് പുലർച്ചെ മുതൽ ഈ മരക്കടവ് ഭാഗത്തേക്ക് വനവകുപ്പ് ദൗത്യ സംഘം എത്തി വീണ്ടും അതിർത്തി കടക്കുകയോ അല്ലെങ്കിൽ ഈ അതിർത്തി മേഖലകളിലേക്ക് എത്തുകയോ ചെയ്താൽ മയക്കുവെടി വെക്കാനുള്ള ഒരു സാധ്യതയാണ് വനവകുപ്പ് തേടുന്നത്. ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദുർഘടമായ സാഹചര്യം ഈ മേഖലയിൽ ഇല്ല എന്നാണ് ഇവിടുത്തെ ഒരു സവിശേഷത വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെട്ടെന്ന് തന്നെ തുറസായ മേഖലയിലേക്ക് ട്രാക്ക് ചെയ്യാനും മയക്കുവെടി വെക്കാനും അനുയോജ്യമായ ഒരു സ്ഥലമാണ് എന്നുള്ളൊരു അനുകൂല ഘടകം വനവകുപ്പിന് മുന്നിലുണ്ട്. ശരത്.